ഗുരുവിന്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 21-ാം അധ്യായം 20-ാം തിരുവാക്യം. ഇത് കണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. കാരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ, തിരുവചനത്തിലൂടെ ഇന്ന് ഞങ്ങൾ കാണുക യേശു ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടുകൊണ്ട് അത്ഭുതപ്പെട്ടു പോകുന്ന ശിഷ്യന്മാരെ പറ്റിയാണ്. കർത്താവേ, കൂടെ നടന്ന അങ്ങയുടെ അത്ഭുതങ്ങൾ ഓരോന്നും അവർ കണ്ടിട്ടും ഓരോ പ്രാവശ്യവും അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങളാൽ അവർ അത്ഭുതപ്പെടുകയാണല്ലോ. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും അങ്ങ് എത്രയോ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. കർത്താവെ, അവയോരോന്നും കണ്ട് തിരിച്ചറിഞ്ഞ് അങ്ങയുടെ പ്രവർത്തികളാൽ അത്ഭുതപ്പെട്ട് ദൈവമേ അങ്ങയോട് കൂടുതൽ അടുക്കുവാനും, ദൈവമേ അങ്ങയോട് കൂടുതൽ ആശ്രയിക്കുവാനും, അതുവഴി ഞാൻ അങ്ങയുടെ കരം പിടിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരം പിടിച്ചുകൊണ്ട് അങ്ങന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അത്ഭുതത്തോടെ കണ്ടുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും അങ്ങയോട് ഒട്ടിച്ചേർന്ന് ജീവിക്കുവാനും ഈ ദിവസം മുതൽ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കുന്ന ഒരു നിമിഷം, ഒരു ദിവസം, ഒരു ജീവിതം നിനക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാർ യോസേപ്പിന്റെയും മാധ്യസ്ഥവും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറി